യൂട്യൂബർ MDMAയുമായി അറസ്റ്റിലായ കേസിൽ പ്രതി റിൻസി മുംതാസുമായി ബന്ധമുള്ള 4 സിനിമാ താരങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായി റിൻസി വിളിച്ചിരുന്നവരെയാണ് പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടത്. സിനിമാ പ്രൊമോഷൻ ആവശ്യങ്ങൾക്ക് റിൻസിയുമായി സംസാരിച്ചുവെന്നാണ് നടന്മാർ പോലീസിനെ അറിയിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ റിൻസി സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി എത്തിച്ചു കൊടുത്തിരുന്നുവെന്ന ആരോപണങ്ങളൊക്കെയുണ്ട്. ആ സമയത്താണ് സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരുമായി ഇവർക്ക് സ്ഥിരമായ ഒരു സമ്പർക്കം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സംഭാഷണങ്ങൾ പ്രൊമോഷൻ ആവശ്യത്തിനു വേണ്ടി മാത്രമാണെന്നൊരു വിശദീകരണമാണല്ലോ നടന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? ഏത് രീതിയിലാണ് പോലീസ് അതിനെ കാണുന്നത്? ക്രിസ്റ്റീന അറസ്റ്റിലായതിനു ശേഷം റിൻസി മുംതാസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് റിൻസിയുടെ സിനിമാ മേഖലയിലെ തെളിവുകൾ ലഭിച്ചത്. ഇതിന് പിന്നാലെ ഫോൺ പരിശോധനയിലാണ് റിൻസി കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായി ഫോണിലൂടെ സമ്പർക്കം പുലർത്തിയത് 30 പേരുടെ പട്ടിക തയ്യാറാക്കുകയും അതിൽ 4 സിനിമാ മേഖലയിൽ നിന്നുള്ള നടന്മാരും നടിമാരും ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. ഇവരോട് പോലീസ് പ്രാഥമികമായി തിരക്കിയ വിവരം ശേഖരിക്കലിലാണ് ഈ പ്രൊമോഷൻ ആവശ്യങ്ങൾക്കായി റിൻസിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരം ഇവർ പങ്കുവച്ചത്. അതിൽ ചിലർ റിൻസിയുമായി സൗഹൃദം സൂക്ഷിച്ചിരുന്നു, ഒരേ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചിരുന്നു എന്നും മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മൊഴികളൊന്നും പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം റിൻസി നടത്തിയിരുന്നത് പ്രതിദിനം തന്നെ ലക്ഷങ്ങളുടെ ലഹരി ഇടപാടുകളാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ തെളിവുകളും അവരുടെ ഫോണിൽ നിന്ന് തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലിസ്റ്റിലുള്ള ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഈ കേസിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ എന്ന് വിശദമായി പോലീസ് പരിശോധിക്കുകയാണ്. തിങ്കളാഴ്ച റിൻസിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് അപേക്ഷ നൽകും. ഈ അപേക്ഷ കോടതി പരിഗണിച്ച ശേഷമാകും ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുക. ിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് S. ശ്യാംകുമാർ.